friends, this is our channel Daily Vlogs by Krishna. ഇന്ന് ഹെയർ കെയർ സീരീസിൽ പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹെയറിൽ സ്പാ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ സ്പാ ക്രീം വാങ്ങിയിട്ട് ചെയ്യുന്നതിനേക്കാളും വീട്ടിലുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്കൊന്ന് സ്പാ ചെയ്ത് നോക്കിയാലോ എന്ന്. വേറെ ഒന്നല്ല, നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആരും കഴിക്കില്ല അല്ലേ. കറുത്ത തൊലിയൊക്കെ ആയി കഴിഞ്ഞാൽ ആർക്കും അത്ര ഇഷ്ടം ഉണ്ടാവില്ല നേന്ത്രപ്പഴം കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ പഴമാണ് കേട്ടോ ഇതിന് വേണ്ടത്. അത് ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ബ്ലീ ബ്ലീ എന്ന് പറയുന്ന ഒരു പരിവം വരുമല്ലോ, അങ്ങനെ അത്രയും പഴുത്ത പഴം വേണം എടുക്കാൻ. എന്നിട്ട് അത് വെച്ചിട്ട് എങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തത് എന്ന് കാണിക്കാം കേട്ടോ. ഇത് ഇത്രയും പഴുത്ത പഴമാണ് നമുക്ക് വേണ്ടത്. ഇത് ഞാൻ കൈവച്ച് തന്നെ ഞെവിടി വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സ്പാ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെയർ ഓയിൽ ഒന്നും ചെയ്യണ്ട. ഇത് ഡ്രൈ ഹെയർ എന്നൊക്കെയാണ് പറയുന്നത്. ഡ്രൈ ഹെയർ അതുപോലെ നമ്മുടെ ഡ്രൈ സ്കാൽപ്പൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ പഴം അടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ എല്ലാ പാക്കും ഇടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഹെയർ ഓയിൽ ചെയ്യണമെന്ന്. ഇതിന് ഹെയർ ഓയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇത് ചെയ്യുന്നത് മുടി ഒന്ന് ഷൈനി ആയിട്ട് ഫ്രീ ആയിട്ട് കിടക്കാനൊക്കെയാണ്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ ഒക്കെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ തലേ ദിവസം ചെയ്യാൻ പറ്റിയ ഒരു മാസ്ക് കൂടിയാണ് കേട്ടോ ഇത്. നല്ല ഷൈൻ തരും ഹെയറിന്. അപ്പോൾ നമുക്കിതിനെ അപ്ലൈ ചെയ്താലോ. ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഓരോ സെക്ഷനായിട്ട് നമ്മളിപ്പോൾ പാർലറിൽ പോകുമ്പോൾ എങ്ങനെയാണോ ഹെയർ സ്പാ ചെയ്യുന്നത് അതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് എടുക്കുക. എന്നിട്ട് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇന്ന പോലെ അപ്ലൈ ചെയ്യണം എന്നൊന്നുമില്ല, ഞാനിങ്ങനെയാണ് ചെയ്യാറ് എന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ. എത്രയും എളുപ്പത്തിൽ ചെയ്യാൻ വേറെ വഴി ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഹെയർ കെട്ടുകുടുങ്ങാണ്ട് നോക്കുക. ഏത് പാക്ക് ഇടുമ്പോഴാണെങ്കിലും നമ്മൾ വാരി പൊത്തി തേക്കുന്ന സമയത്ത് ഹെയർ നന്നായിട്ട് ജട പിടിക്കും. അപ്പോൾ അങ്ങനെ ജട പിടിക്കാണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യാം കേട്ടോ. ഡീറ്റാങ്കിൾ ചെയ്ത് കോംബ് ചെയ്തതിന് ശേഷം ചെയ്യണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പഴുക്കാത്ത പഴം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും നന്നായിട്ട് എന്താ പറയുക ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ അതിങ്ങനെ കട്ട പിടിച്ചൊക്കെ മുടിയിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ വാഷ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക കേട്ടോ. എൻ്റെ ഹെയറിലേക്ക് ഞാൻ 2 പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഹെയർ എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഹെയറിൽ മുഴുവൻ തേച്ചതിന് ശേഷം ഞാൻ സ്കാൽപ്പ് മുഴുവൻ കൂടെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്കാൽപ്പിൽ ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് ഹെയറിൽ മാത്രം ആക്കിയാലും മതി. മുടി
നന്നായിട്ട് സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും. ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കാണിക്കാം കേട്ടോ. ഞാൻ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മുടി കൊഴിയുന്നത്. ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറവുണ്ട് കേട്ടോ. അത് കണ്ടോ, ഇതിപ്പോൾ ഒരു 1-2 മുടിയൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. കണ്ടോ, കുറഞ്ഞു വരുന്നുണ്ട്, നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഹെയർ ഫോള് എന്താ പറയുക, വീട്ടിൽ 1-2 ആഴ്ച നോക്കിയിട്ട് ഒരു തുള്ളി പോലും മാറ്റം ഇല്ല എന്നാണെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണം കേട്ടോ, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അത് വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. ഹോം റെമഡീസ് നോക്കിയിരിക്കുന്നതും നല്ലതല്ല. വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ഹോം റെമഡീസ് മാത്രമായിട്ട് വീട്ടിലിരിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, വീട്ടിൽ നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുമോ എന്ന് ചെയ്ത് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എത്ര ചെയ്തിട്ട് മാറുന്നില്ല എന്നാണെങ്കിൽ ഡോക്ടറിനെ കാണിക്കുക. അപ്പോൾ ഞാൻ തലയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, മുഴുവനായിട്ട് തേച്ചിട്ടുണ്ട്, നല്ലൊരു മസാജും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഡ്രൈ ആവുന്ന വരെ വെച്ചാൽ മതി, ഒരുപാട് ഡ്രൈ ആക്കണം എന്നില്ല. ഒരു 10-15 മിനിറ്റ് തലയിൽ വെച്ചിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഹെയർ വാഷ് കഴിഞ്ഞ് ഡ്രൈ ആയതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അത് കണ്ട നല്ല ഷൈനി ആയിട്ട് കിടക്കുന്നുണ്ട് ഹെയർ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് മുന്നോടിയൊക്കെ ആയിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനകത്ത് പാക്ക് റെഡിയാക്കുമ്പോൾ അതിൽ ഓയിൽ ആഡ് ചെയ്യണ്ട കേട്ടോ. ഞാനിപ്പം വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് അധികം ഇത് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഓയിൽ ആഡ് ചെയ്തത്. ഓയിൽ ആഡ് ചെയ്യാണ്ടാണ് ചെയ്യുന്നതെങ്കിൽ പക്കാ നമ്മൾ സ്പാ ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് തന്നെ കിട്ടും. പക്ഷെ എൻ്റെ കയ്യിലൊന്നും ഓയിൽ വരുന്നൊന്നുമില്ല കേട്ടോ. കണ്ടോ, എനിക്ക് മുടി കുറച്ചിങ്ങനെ ഒതുങ്ങി കിടക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഓയിൽ ആഡ് ചെയ്ത് ചെയ്യുന്നത്. നിങ്ങൾക്കിങ്ങനെ മുടി പറന്ന് കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാതെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണം എന്നാണെങ്കിൽ അത് കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ വരേക്കും. ടാറ്റാ.